സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ട്രാക്ക് മാറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച വീണ്ടും വാഴ്ത്തുപാട്ട് ഒന്ന് കേട്ടു നോക്കാതെ വിടണോ സർ? ഓഫ് കോഴ്സ് നോട്ട്. നാളെ CPM അനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഈ ഗാനം ആലപിക്കും. ഇതിൽ തുടങ്ങുന്നത് തന്നെ അന്ന് കാരണഭൂതനാണെങ്കിൽ ഇന്നത് കാവലാളാണ്. ഈ ഗാനം തുടങ്ങുന്നത് തന്നെ ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കോടി കരത്തിലേന്തി കേരളം നയിക്കയായി. വയലാർ എഴുതുമോ ഇതുപോലെ? ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കോടി കരത്തിലേന്തി കേരളം നയിക്കയാ. അത് ശരി, ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. വർഗബോധധാരയിൽ തൊഴിലാളികൾക്കു തോഴനാ. ഞാൻ തന്നെ. വർഗബോധധാരയിൽ തൊഴിലാളികൾക്കു തോഴനാ. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. അന്ന് കാരണഭൂതൻ തിരുവാതിരയായിരുന്നു. അന്ന് പാർട്ടിയെ വലിയ രീതിയിൽ വിമർശനത്തിന് വഴിവെച്ചു. മാത്രമല്ല അക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കടക്കം വലിയ ട്രോളുകൾ പിന്നീട് ഏറ്റുവാങ്ങേണ്ടി വന്നൊരു സാഹചര്യം കൂടി ആ പാട്ടുമായി ബന്ധപ്പെട്ട്, അന്ന് ആ തിരുവാതിര പാട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ ഇരിക്കും പക്ഷേ ഇതൊന്നും കണ്ടാൽ ഞാൻ പതറില്ല. പലതരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വ്യക്തി കേന്ദ്രീകൃതമായി ഇത്തരത്തിൽ പാട്ടുകൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഈ ഗാനത്തിലും നമുക്ക് പറയാനുള്ള കാര്യം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. വിപ്ലവത്തിൻ പാതകളിൽ ദുരിതപൂർണ ജീവിതം, കുടുംബബന്ധമൊന്നിലും തടസ്സമല്ല തോൽക്കണം. രണ്ടുപേരും ഇങ്ങനെയാണ്: ദുരിതപൂർണ്ണ ജീവിതം വിപ്ലവത്തിൻ പാതയിൽ, കുടുംബബന്ധമൊക്കെയും തടസ്സമല്ല ഓർക്കണം. കുടുംബബന്ധം തടസ്സമല്ലാതെ അതിനെ പോലും അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളെന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മാത്യു കുഴൽനാടൻ്റെ അടുത്താണ്. അദ്ദേഹം ഒരു ആരോപണം സഭയിൽ പറയുന്ന സമയത്ത്, അതും ROCയുടെ ഒരു റിപ്പോർട്ടൊക്കെ ഉള്ളതാണ്, അതിനെ അധികരിച്ചുകൊണ്ടൊരു മാസപ്പടി വിഷയം പറയുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാരെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് നിന്ന് സംസാരിച്ച ആളാണ്. 1,72,00,000 രൂപ ഇല്ലീഗൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സർ? അഴിമതി പണം എന്നാണ്. ആ അഴിമതി പണം ഇന്നത്തെ ദിവസം എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് സാർ. ഒന്നുകിൽ ഞാൻ പറയുന്നില്ല, ഒന്നുകിൽ അദ്ദേഹത്തിന്റെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അലമാരയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കണക്കാണ് സാർ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അതായത് ഈ 1,72,00,000 രൂപ ഇല്ലീഗലായി കൈപ്പറ്റി ഇന്ന് CPM എന്ന പാർട്ടി അതിനെ പരിചരിക്കുകയാണ്. അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രിയെ വാഴ്ത്തുകയാണ്. അതും ചില വിശേഷണങ്ങൾ അതൊക്കെ ട്രോളായി വരും ദിവസങ്ങളിൽ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. ചെങ്കോടി കരത്തിലേന്തി കേരളം നയിക്കയാ.